ഇന്ന് നമ്മുടെ ലൈവില് ആദിലയും അനീഷും തമ്മിൽ ചെറിയൊരു തർക്കം നടക്കുന്നുണ്ട്. അതായത് അനീഷ് 3 ദിവസത്തെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആദില ആ ഒരു ടോപ്പിക്കൊക്കെ എടുത്തിടുകയാണ്. വിശദമായി പറയുകയാണെങ്കിൽ ഈ 3 ദിവസം എന്ന് പറഞ്ഞത് നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ എന്ന് ആദില അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് കോൾ വന്നതിനേക്കാൾ കുറച്ച് സമയം മാത്രമാണ്, അതായത് നിങ്ങൾക്ക് വന്നിട്ട് ഏറ്റവും ഒടുവിലായാണ് എനിക്ക് കോൾ വന്നത് എന്നാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും ലേറ്റ് ആയിട്ടാണ് എനിക്ക് കോൾ വന്നത് എന്നാണ് നമ്മുടെ അനീഷ് ഇവിടെ പറയുന്നത്. ഞാൻ 3 ദിവസം എന്ന് പറഞ്ഞത് കള്ളമാണ്. പക്ഷേ ആ കള്ളം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ വന്ന് ചോദിച്ച സമയത്ത് ഞാൻ മിണ്ടാതെ നിന്നതും. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള നട്ടല്ലൊക്കെ എനിക്കുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തത് തിരുത്താനും ഞാൻ ശ്രമിക്കും. അത് മാത്രമല്ല, ആ ഒരു കാര്യത്തിൽ ഞാൻ സമാധാനിക്കുന്നുമുണ്ട്. വേറെ എന്തെങ്കിലും ഒരു കള്ളം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് തെളിയിക്കട്ടെ. ഞാൻ ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യുകയാണ്. ഇങ്ങനെ അനീഷ് പറഞ്ഞപ്പോൾ നമ്മുടെ ആദില തിരിച്ചും പറയുന്നുണ്ട്, ആഹാ, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. നിങ്ങളെങ്ങാനും അതിനെതിരെ നിന്ന് കഴിഞ്ഞാൽ ലാലേട്ടൻ നിങ്ങളെ അങ്ങ് വലിച്ചു കീറുമായിരുന്നു. കാരണം ലാലേട്ടന്റെ കയ്യിൽ തെളിവുണ്ട്. സത്യം പറഞ്ഞാല് തെളിവ് കാണിക്കും എന്നുള്ള ഭയം കൊണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ പേടി കൊണ്ടായിരിക്കും നിങ്ങൾ ഒന്നും മിണ്ടാതെ അതങ്ങ് സമ്മതിച്ചു കൊടുത്തത്. ലാലേട്ടന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് ലാലേട്ടൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ അവിടെ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അതാണ് സത്യം. അപ്പൊ നമ്മുടെ അനീഷിന് ആദിലയുടെ ഈ വർത്താനമൊക്കെ അങ്ങ് കേട്ടപ്പോൾ ചൊറിഞ്ഞു കയറുന്നുണ്ട്. പിന്നെ ആദില അനീഷിന്റെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. സാബു ചേട്ടൻ വന്ന സമയത്ത് നിങ്ങളൊരു വിഷയം എടുത്തിട്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യാതൊരു ലോജിക്കും ഇല്ലാത്തൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. അന്നത്തെ എപ്പിസോഡ് കണ്ടവർക്കെല്ലാം അറിയാം അന്ന് അനീഷ് എന്താണ് ചോദിച്ചത് എന്ന്. അപ്പൊ നമ്മുടെ അനീഷ് തിരിച്ചു മറുപടിയും പറയുന്നുണ്ട്, ഞാൻ എന്റെ ആഗ്രഹമാണ് പറഞ്ഞത്. എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. കോമണറായിട്ട് 5 പേരെങ്കിലും വരണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞത് എന്റെ ആഗ്രഹവും എന്റെ ഇഷ്ടവുമാണ്. അതെവിടെയും പറയാൻ എനിക്ക് സാധിക്കും. ഞാൻ അങ്ങനെ പറയുകയും ചെയ്യും. അതിൽ ആദിലയ്ക്ക് എന്താണ് ചോദിക്കാനുള്ളത്? അനീഷിന് മറുപടി കൊടുത്തുകൊണ്ട് ആദിലയും ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് നേരത്തെ പറയണമായിരുന്നു. സോഷ്യൽ മീഡിയയിലോ അതല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്തോ പറയണമായിരുന്നു. മുമ്പ് ഇതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞതേ ഇല്ലല്ലോ. അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾ ആ സമയത്ത് ചോദിച്ചത് ഔചിത്യമില്ലാത്ത ഒരു പ്രവൃത്തിയായിരുന്നു. അങ്ങനെ ആദിലയും അതുപോലെ തന്നെ അനീഷും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനിടയിലേക്ക് ലക്ഷ്മി വന്ന് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷ് ജയിലിലിരുന്ന സമയത്ത് ഒരു കോമണർ ആയതുകൊണ്ട് അനീഷിനെ വളരെ ലേറ്റ് ആയിട്ടാണ് ബിഗ് ബോസ് വീടിനകത്തേക്ക് വിളിച്ചത് എന്ന തരത്തിലായിരുന്നു ന്യായീകരിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നത് പോലെ തോന്നി. ഇങ്ങനെ ഒരു ടോപ്പിക് പറയുന്നത് നമ്മുടെ ലക്ഷ്മി അനീഷിനെതിരെയാണ്. അതുപോലെ നിങ്ങൾ ഷാനവാസിനെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഷാനവാസിനെ ഒന്നും പറയാറില്ല. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഭയമാണ് എന്നുള്ള രീതിയിലാണ്. അദ്ദേഹവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടാവുമോ എന്ന ഭയം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ഷാനവാസ് ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കാറില്ല. പക്ഷെ വേറെയുള്ളവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ വിഷയമൊക്കെ നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോട് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പുറത്താക്കിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് നമ്മുടെ അനീഷ്. എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം.